പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 4ാം മത്സരത്തിനായി ഇറങ്ങുകയാണ്. ഒഡീഷ FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വിജയത്തിൽ കുറഞ്ഞൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ 5ാം സ്ഥാനത്താണ് ISL പോയിന്റ് ടേബിളിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിച്ചേ മതിയാവും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അടുത്ത മത്സരത്തിലെ പ്രതീക്ഷ നോവ സദോയിൽ തന്നെയാണ്. കാരണം തുടരെയുള്ള 2 മത്സരങ്ങളിൽ നോവ ഇപ്പോൾ ഗോൾ അടിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയശില്പിയായി കഴിഞ്ഞു. എന്തായാലും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും കൂടി ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലൂണ വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതുജീവൻ വയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ അവിടെ ഇറങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 4-3-3 ഫോർമേഷൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഡിഫൻസിൽ നമ്മൾ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സെൻട്രൽ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഉണ്ടാകും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നമ്മൾ നവോച്ച സിംഗിനെയാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന താരമാണ് സന്ദീപ് സിംഗ്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെയും നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ തുറുപ്പുചീട്ടായിരുന്ന വിപിൻ മോഹനൻ അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിപിൻ മോഹനൻ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ പന്തുകൾ എത്തിച്ചത് വിപിൻ മോഹനനായിരുന്നു. എന്നാൽ വിപിൻ മോഹനൻ അവിടെ മധ്യനിരയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു താരമായിരിക്കും ഡാനിഷ് ഫറൂഖ്. ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മത്സരത്തിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ ഡാനിഷ് അടുത്ത മത്സരത്തിൽ മിഡ്ഫീൽഡറിൻ്റെ റോളിലായിരിക്കും കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുക ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലൂണ ആദ്യ ലെവലിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് അവിടെ ഡാനിഷിനെ അവിടെ മധ്യനിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കും. അതുപോലെ തന്നെ ഇരുഭാഗങ്ങളിലുമായി വിങ്ങേഴ്സായി കളിക്കുക രാഹുൽ KPയും അതുപോലെ തന്നെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് നോവ സദോയ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും നോവ സദോയ് നടത്തിയത്. തുടരെയുള്ള 2 മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിരുന്നു. എന്തായാലും നോവ സദോയും രാഹുൽ KPയുമായിരിക്കും വിങ്ങുകളിൽ കളിക്കുക. അതുപോലെ തന്നെ ഗോൾ അടിച്ചു കൂട്ടാനായി ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും മുന്നേറ്റ നിരയിൽ നമുക്ക് കിടിലൊരു കോംബോ അടുത്ത മത്സരത്തിൽ കാണും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അഡ്രിയാൻ ലൂണ തിരിച്ചെത്തും അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ. അഡ്രിയാൻ ലൂണ, വിപിൻ മോഹനൻ, നോവ സദോയ്, ജീസസ് ജിമിനസ് ഈ 4 താരങ്ങൾ ഒത്തുചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര അതികഠിനം തന്നെയാകും. അടുത്ത മത്സരത്തിൽ ഈ താരങ്ങളിലൂടെ കൂടുതൽ ഗോളുകൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലൂണയും അതുപോലെ തന്നെ വിപിൻ മോഹനനും കൂടുതൽ പാസുകൾ മുന്നേറ്റ നിരയിലേക്ക് നൽകുമ്പോൾ കൂടുതൽ ഗോളുകൾ നോവയിൽ നിന്നും അതുപോലെ തന്നെ ജീസസ് ജിമിനസിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ രാഹുൽ KPയും ജീസസിനും നോവയ്ക്കും സപ്പോർട്ട് നൽകാനായി അവിടെ ഉണ്ട് താനും. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ ഒഡീഷ FCക്കെതിരെ നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോർ നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതുമൊന്ന് പ്രെഡിക്റ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.